CMRL എക്സാലോജിക് ഇടപാട് കേസിൽ പിണറായിക്കും വീണയ്ക്കും കുരുക്കായി മാറുകയാണ് CMRL MD ആയിരുന്ന ശശിധരൻ കർത്തയുടെ മൊഴി. വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയത് പിണറായിയോടുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പേരിലെന്നാണ് മൊഴിയിൽ പറയുന്നത്. ഇക്കാര്യം അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് നൽകിയ അപേക്ഷയിൽ ഇഡി ചൂണ്ടിക്കാട്ടുന്നു. എക്സാലോജിക്കിന് പുറമെ വീണയ്ക്ക് പങ്കാളിത്തമുള്ള ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന കമ്പനി കൂടിയുണ്ട് എന്നുകൂടി വ്യക്തമാവുകയാണ്. മരവിപ്പിച്ചതിൽ സ്ഥാപനത്തിന്റെ 15 ലക്ഷത്തോളം രൂപയും ഉൾപ്പെടുമെന്നും ഇഡി വ്യക്തമാക്കി. CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഏറെ നിർണായകമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രേഖകളാണ് മാതൃഭൂമി ന്യൂസ് പുറത്തുവിട്ടത്. അതായത് പിണറായി വിജയനും മകൾ വീണ ടിക്കും എതിരെ ശശിധരൻ കർത്തയുടെ നിർണായകമായിട്ടുള്ള മൊഴിയുണ്ട് എന്നാണ് ഇഡി വ്യക്തമാക്കുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് അതിൽ ഉള്ളത്. ശശിധരൻ കർത്തയുടെ മൊഴിയായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരു തരത്തിലുള്ള സേവനവും ഇല്ലാതെയാണ് വീണയ്ക്കും എക്സാലോജിക്കിനും പണം നൽകിയെന്ന് ശശിധരൻ കർത്ത മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ പിണറായി വിജയനോടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിന്റെ പേരിലാണ് ഈ പണം നൽകിയത് എന്ന കാര്യവും ശശിധരൻ കർത്ത പറയുന്നുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നത്. 2024 ശേഖരിച്ച മൊഴിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ ശശിധരൻ കർത്ത പറയുന്നുണ്ട് എന്ന് ഇഡി പറയുന്നു. ഇതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സേവനങ്ങൾ നൽകിയതായി വീണയും പറയുന്നില്ല, അല്ലെങ്കിൽ സേവനം നൽകിയിട്ടില്ല എന്ന് വീണയും സമ്മതിക്കുന്നുവെന്ന് ഇഡി വ്യക്തമാക്കുകയാണ്. ഏറെ നിർണായകമായിട്ടുള്ള മൊഴിയാണിത്. നേരത്തെ പലവട്ടം വീണയെ ഇഡി ചോദ്യം ചെയ്തിരുന്നു. എന്ത് സേവനം എന്ന കാര്യത്തിൽ വീണയ്ക്ക് കൃത്യമായിട്ടുള്ള മറുപടികൾ നൽകാൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, താൻ നേരിട്ട് പോയി ചില ഗൈഡൻസ് കൊടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട കൂടുതൽ രേഖകളില്ല എന്ന നിലപാടാണ് അവർ എടുത്തത്. ചില രേഖകൾ ഈ പറയുന്നത് പോലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ഇടത്താണ് ഉണ്ടായിരുന്നത്. പക്ഷേ ആ കമ്പനി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്നും അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള വിശദാംശങ്ങളും വിവരങ്ങളുമാണ് ഇഡിക്ക് മുന്നിലേക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതാണ് ബോധ്യമാകുന്നത്. നേരത്തെ റെയ്ഡിന് ശേഷം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഫ്രീസിംഗ് നടപടികൾ സ്വീകരിച്ചിരുന്നു. വീണയുടെ അടക്കം അക്കൗണ്ടുകൾ ഉൾപ്പെടെ ഫ്രീസ് ചെയ്തിരുന്നു. അതിനുശേഷം അത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിക്ക് മുൻപാകെ ഒരു ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്. അതായത് ഈ പറയുന്ന ഫ്രീസിംഗ് നടപടിക്ക് ശേഷം ഇനി കണ്ടുകെട്ടൽ നടപടികളിലേക്ക് പോകുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ അപേക്ഷ നൽകിയത്. അതിലാണ് ഇക്കാര്യങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഏകദേശം 28 കോടിയോളം രൂപയാണ് ആകെ ഇതുവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഫ്രീസ് ചെയ്തിരിക്കുന്നതെന്ന് ഇഡി വ്യക്തമാക്കുകയാണ്. അതിൽ വീണയുമായി ബന്ധപ്പെട്ട് 17 ലക്ഷത്തോളം രൂപ ഈ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് വീണയുടെ അക്കൗണ്ടാണ്, HDFCയുടെ അക്കൗണ്ട് 1,37,000. അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന്റെ അക്കൗണ്ടിലെ 25,000 രൂപ. കൂടാതെ ഒരു പ്രധാനപ്പെട്ട ലേക്കർ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു സ്ഥാപനവും കൂടി ഇപ്പോൾ ഇതിന്റെ ഭാഗമായി റോളിലേക്ക് വന്നിരിക്കുന്നു. അവരുടെ 15 ലക്ഷത്തിന് മുകളിൽ വരുന്ന രൂപയും ഫ്രീസ് ചെയ്തിട്ടുണ്ട്. ഈ സ്ഥാപനം എന്ന് പറയുന്ന ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാണ്. വീണ അതിൻ്റെ പാർട്ട്ണറാണ് എന്ന കാര്യവും കൂടി ഇഡി വ്യക്തമാക്കുകയാണ്. കേസ് ഒരു നിർണായക ഘട്ടത്തിലാണ്. 2.78 കോടി രൂപയാണ് CMRL നിന്ന് വീണയിലേക്കും അതോടൊപ്പം തന്നെ എക്സാലോജിക്കിലേക്കും പോയിരിക്കുന്നത്. വീണയ്ക്ക് മാസം 5 ലക്ഷം, അതോടൊപ്പം തന്നെ എക്സാലോജിക്കിന് 3 ലക്ഷം. ഈ ഇനത്തിലാണ് പേയ്മെന്റ് നൽകിയിരുന്നത്. മാത്രമല്ല, ഇതിൻ്റെ ഒരു സീക്വൻസ് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി മുന്നിലേക്ക് വരികയാണ്. അതായത് 2014-15 കാലയളവിലാണ് ഈ സ്ഥാപനം എക്സാലോജിക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത്. അതിനുശേഷം ഈ CMRLുമായിട്ടുള്ള കരാറിലേക്ക് പോകുന്നത് ആദ്യ പിണറായി സർക്കാർ വന്ന ശേഷം തൊട്ടടുത്ത നിമിഷങ്ങളിൽ അല്ലെങ്കിൽ തൊട്ടടുത്ത സമയങ്ങളിലാണ്. ആ ഘട്ടത്തിൽ 2017 മുതൽ 20 വരെയാണ് ഈ പേയ്മെന്റ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഇല്ലാത്ത സേവനത്തിനാണെന്ന് വ്യക്തമാകുന്നു. മാത്രമല്ല, ഈ പണം നൽകിയത് ഒരു പേഴ്സണൽ ബന്ധത്തിന്റെ പേരിലെന്ന ശശിധരൻ കർത്തയുടെ മൊഴിയും ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി കൂടുതൽ സിവിൽ നടപടികളിലേക്കും അതോടൊപ്പം തന്നെ കൂടുതൽ നടപടികളിലേക്കും വരും ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.